ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു ക്ലീനിങ് ആണ്. ഒരു വീടാണ് നമുക്ക് ഇന്ന് ക്ലീൻ ചെയ്യാൻ കിട്ടിയത്. രാവിലെ സാധാരണ ഓടുന്ന ഒരു ഓട്ടത്തിലായിരുന്നു. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ നമുക്കൊരു വിളി വന്ന ഒരു ക്ലീനിങ് ഉണ്ടെന്നും പറഞ്ഞു. അപ്പൊ ക്ലീനിങ്ങിന് അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ അവിടെ പോയിട്ട് ഓൺ വോയിസിൽ വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്താ വെച്ചാൽ ഇത് ചാർജ് കുറവാണ് മൈക്കിന്. എന്തായാലും അങ്ങോട്ട് പോയിട്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഓരോരോ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പറ്റുന്നതൊക്കെ കാണിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ജോലിക്ക് നിൽക്കുമ്പം കാണിക്കാൻ പറ്റുന്ന വീഡിയോസ് ഒക്കെ മാക്സിമം കാണിക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്യാമറ പിടിക്കാൻ നമുക്ക് ആളില്ല. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ക്ലീനിങ് മാക്സിമം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് നേരെ സൈറ്റിലോട്ട് പോകണം. അല്ല, ആദ്യം ഗോഡൗണിലോട്ട് പോകണം. ഗോഡൗണിൽ പോയിട്ട് നമ്മുടെ വണ്ടിയിലോട്ട് സാധനം എല്ലാം കയറ്റിയിട്ട് നമുക്ക് അറിയാലോ അങ്ങനെ. അപ്പൊ ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ ഗോഡൗണിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് വേണ്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ പറക്കി വണ്ടിയിലോട്ട് കയറ്റിയിടുന്നുണ്ട്. ഇനി നേരെ യാത്ര എന്ന് പറഞ്ഞാൽ പാതിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. ക്ലീനിങ് പണിക്ക് പോകുന്ന 3 പേര്. അത് ആരൊക്കെയാണ്? ഷാലു, അസീബ്, റാസിബ്. ആ നടുക്കിരിക്കുന്നവനില്ലേ, അവനാണ് ആ റാസിബ്. നമുക്ക് കണ്ടിന്യൂ ആയിട്ട് വർക്കൊക്കെ വരുന്നുണ്ട്. എല്ലാ വീഡിയോയും നമുക്ക് വ്ളോഗായിട്ടൊന്നും നമുക്ക് എടുത്ത് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പറ്റത്തില്ല. എന്നാലും മാക്സിമം നോക്കുന്നുണ്ട്. ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാത്റൂമിലെ ടൈലിന്റെ എല്ലാ മൂലയിലും ഉള്ള അഴുക്കില്ല, അത് പതപ്പിച്ചെടുക്കണം നമുക്ക് പുറത്തോട്ട്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെറിയൊരു ആസിഡ് അത് എല്ലാവരും തേച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ ഫസ്റ്റ് ബാത്റൂം കഴിഞ്ഞ് ഇനി അടുത്തൊരു ബാത്റൂം ഉണ്ട്, അതുകൊണ്ട് ചെയ്തു പോകാം. എന്നിട്ടേ നമുക്ക് വാഷിങ്ങിലോട്ട് കയറത്തുള്ളൂ. ഇത് കുറച്ച് ടൈം എടുക്കും അത് എല്ലാം സെറ്റ് ആയി വരാം. അടുത്ത ബാത്റൂം ആയിട്ടുണ്ട്. അടുത്ത ബാത്റൂമിൽ നമുക്ക് ഇവിടെയൊക്കെ നല്ല കറയുണ്ട്. ഏറ്റവും കൂടുതൽ കറയുള്ള ഭാഗമാണ് നമ്മൾ ഈ വെള്ളം പോകുന്നത്, കുളിക്കാത്ത വെള്ളം പോകുന്നത്. അതിൻ്റെ ഇവിടെയൊക്കെ നമുക്ക് ആസിഡ് വെച്ച് സെറ്റാക്കി നിർത്തിയാൽ നമുക്ക് ലാസ്റ്റ് ഫൈനലിൽ ബാത്റൂം ഫുള്ളായിട്ട് കഴുകുമ്പോൾ സെറ്റാകത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് ചെയ്ത് മാറാം. ചിപ്പിയിലേക്ക് നമുക്ക് നല്ല കറയാണ്. നല്ല ശരിക്കും കറ നിൽക്കുന്ന മാത്രം നമ്മൾ ഈ ആസിഡ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ. ബാത്റൂമിൽ ആസിഡ് ക്ലീൻ ചെയ്യുന്ന സമയം കൊണ്ട് അസീബ് അപ്പുറത്ത് പൊടിയും മാറാലിയൊക്കെ ഒഴിച്ച് മാറ്റി വേണം. എത്രയും പെട്ടെന്ന് പണിയെടുക്കാവോ അത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിൽ പോകും. മൊത്തം ബാത്റൂമിനെ വേണ്ടി അതിന് കൂടുതൽ ഇവിടെ ഉണ്ട്. നല്ല സൈഡിൽ നല്ല നല്ല കൂടുതൽ നമ്മൾ ആസിഡ് എടുത്ത് ചെയ്യണം. സാധാരണ കയ്യിൽ നമുക്ക് യൂസ് ചെയ്യുകയാണ്. അത് ഫസ്റ്റ് ഫ്ലോറായിട്ട് താഴെ ഫ്ലോറിൽ ഇരിക്കണം. അതുകൊണ്ട് എടുക്കാൻ നിന്നില്ല. നേരെ മേലോട്ട് പരിപാടിയില്ല. ഇളകാൻ കഴിയാത്തതുകൊണ്ട് ഗ്ലൗ കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. പോകുന്നുണ്ട്, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. കാണാം വൃത്തിയായി. ഇതെല്ലാം ഇത് ഒന്നുകൂടെ നന്നായിട്ട് വൃത്തിയാവും. എല്ലാം ലാസ്റ്റ് മൊത്തം ഗണ്ണിലടിച്ച് ക്ലിയർ ചെയ്യും. അങ്ങനെ നമ്മളിപ്പോ 4ാമത്തെ ബാത്റൂമിൽ ആസിഡ് കേൾക്കാൻ കൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ ഇത് കൂടെ ചെയ്ത് മാറട്ടെ. മേളില് ഇപ്പൊ താഴത്തെ ഫ്ലോറോട്ട് ഇറങ്ങി മേളിൽ അസീബ് ക്ലീൻ ജസ്റ്റ് പൊടിയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തോണ്ടിരിക്കണം. ഇവിടുത്തെ പെട്ടെന്ന് ചെയ്ത് മാറ്റാം. പണി നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലായിരുന്നു. നല്ല പൊടിയായിരുന്നു എല്ലാ ജനലിലും. അതെല്ലാം എത്രത്തോളം നമ്മൾ ക്ലീൻ ആക്കി കൊടുക്കുക അത്രത്തോളം നമ്മൾ ക്ലീൻ ആക്കി കൊടുക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഫാന്, AC ആകട്ടെ, എന്തും തന്നെ ആകട്ടെ, എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഞങ്ങളുടെ കമ്പനി ക്ലിയർ ആക്കി കൊടുക്കത്തുള്ളൂ. എല്ലാ പൊടിയും എല്ലാം ക്ലീൻ ചെയ്ത് മാറ്റിയതാണ്. പക്ഷെ എന്നിട്ടും നല്ല പൊടി കാണിക്കില്ല. അപ്പോൾ വെച്ച് വെള്ളവും നമ്മളെ സ്പെഷ്യൽ ലിക്വിഡും കൂടെ വെച്ച് തുടച്ച് മാറ്റിയിട്ട് ഇപ്പോൾ ഓക്കെ സെറ്റാവുന്നുണ്ട്, എല്ലാം വൃത്തിയാവുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായി. ബാത്റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരുന്ന മാറ്റ് ഇടുന്ന സ്ഥലമാണ്. മാറ്റിന്റെ താഴെയുള്ള റബ്ബർ ആ ടൈലായിട്ട് ഒട്ടിപ്പിടിച്ചത്. കുറച്ച് സമയം എടുത്തത് ക്ലീൻ ചെയ്തെടുക്കാൻ. ഫസ്റ്റ് ക്ലീനിങ് തുടങ്ങുന്ന നമ്മുടെ മേളത്തെ റൂമിൽ നിന്നാണ് തുടങ്ങുന്നത്. ഫാൻ്റെയും AC-ൻ്റെയും എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം തൂത്ത് മൊത്തവും ക്ലിയർ ചെയ്ത് പുറത്തോട്ട് ഇറക്കുവാണ് എല്ലാ പൊടിയും. ഇതുപോലുള്ള ക്ലീനിങ്ങിനൊക്കെ ആളെ നോക്കി നിൽക്കുവാണോ നിങ്ങൾ? ഞങ്ങളുടെ കമ്പനീനെ ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഞങ്ങളുടെ നമ്പർ. ഡോറിലെല്ലാം നല്ല പൊടിയായിരുന്നു. അതെല്ലാം ക്ലീൻ ചെയ്യുന്നത് അസീബാണ് എല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്നത്. തൂക്കലും പൊടികളയിലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് മേളത്തത്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ തുടക്കലാണ്. തുടക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെഷ്യൽ ലിക്വിഡ് വെച്ചാണ് തുടച്ചു മാറ്റുന്നത്. നല്ല വൃത്തിയിലാണ് ഞങ്ങൾ കൈകാര്യം ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം അപ്പം തന്നെ 2 മണിയായി. ഉച്ചയൂണ് കഴിക്കാൻ നേരെ കടയിലോട്ട്. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു കലക്ക് ചുട്ടപ്പം കഴിച്ചുകൊണ്ടാണ് ഇറങ്ങിയത്.
സാധാരണ ഒരു പ്രാവശ്യം ഇടുന്ന ചോറ് ഞാൻ കഴിക്കാത്തുള്ളൂ. അന്നേ ദിവസം രണ്ടാമതും ചോറ് ചോദിച്ച് മേടിച്ച് ഞാൻ കഴിച്ച്. അത്രത്തോളം എനിക്ക് വിശപ്പായിരുന്നു. ഞാൻ മാത്രമല്ല, ഞങ്ങളുള്ള 3 പേരും രണ്ടാമത് മേടിച്ച് കഴിച്ച് കേട്ടോ. പിന്നെ എപ്പോഴത്തേം പോലെ ഭക്ഷണം കഴിച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കണം. കപ്പലണ്ടി മിഠായിയാണ് ഈ പ്രാവശ്യം കഴിക്കേണ്ടി വന്നതാണ്. ഇപ്പോൾ പാതിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടുന്ന് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് വീണ്ടും പോകണം. പണി ചെറിയ പണിയാന്നും പറഞ്ഞാണ് വന്നത് അല്ലേ? പണി പക്ഷെ തീരുന്നില്ല, വലിയ പണിയായി പോയി. അന്യായ പൊടിയുള്ള പണിയായി പോയി. ഇനിയിപ്പോ എന്തായാലും അങ്ങോട്ട് പോവാം. അങ്ങനെ മേളത്തത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. താഴത്തെ തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ പിടിച്ചത് സെറ്റിയാണ്. സെറ്റ് നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു, നല്ല പൊടിയായിരുന്നത്. അസീബ് അത് ക്ലീൻ ചെയ്യുന്ന സമയം കൊണ്ട് എനിക്ക് അകത്തുള്ള ചെറിയ ചെറിയ ഗ്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്യുന്ന ഡ്യൂട്ടി എനിക്ക് കിട്ടി. നമ്മൾ വർക്ക് തുടങ്ങുന്ന ആദ്യത്തെ സമയത്ത് നമ്മൾ ആസിഡൊക്കെ ഒഴിച്ചിട്ടില്ലായിരുന്നോ? അത് ഏകദേശം പതഞ്ഞ് സെറ്റായിട്ട് ഇരിക്കുവാണ്. അതിനി കഴുകി മാറ്റണം. ഇനി നമ്മൾ സാധാരണ ലിക്വിഡൊക്കെ ഒഴിച്ച് നമ്മൾ സാധാരണ വാഷ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഫുള്ളും വാഷ് ചെയ്തെടുക്കുന്നത്. ബാത്റൂം ഒരു ബാത്റൂമല്ല, 4 ബാത്റൂം ഉണ്ടേ. ഏകദേശം മേളത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് ഞാൻ കാണിച്ചു തരാം. തറയൊക്കെ എത്രത്തോളം ഞങ്ങൾ വൃത്തിയിലാണ് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. തറ മാത്രമല്ല, ഭിത്തിയാകട്ടെ, ഭിത്തിൻ്റെ സൈഡാകട്ടെ, ഇതിന് താഴത്തെ ഫ്ലോർ കണ്ട എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ. എത്രത്തോളം നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റുമോ അത്രത്തോളം ക്ലീനാക്കി മാത്രമേ നമ്മുടെ കമ്പനി കൊടുക്കത്തുള്ളൂ തിരിച്ച്. നമ്മുടെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ആ വീട്ടിലെ ഓണർ പോയി സ്പ്രൈറ്റും മുട്ട ബജ്ജിയും കോളിഫ്ലവറും ഞങ്ങൾക്ക് മേടിച്ചു തന്നു. വൈകുന്നേരം ചായ കുടിക്കാൻ ഞങ്ങൾ ഇറങ്ങിയില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് പണി തീർക്കാൻ നോക്കുമായിരുന്നു. അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞ് സാധനമെല്ലാം ഗോഡൗണിൽ കൊണ്ട് വെച്ച് ഞാനിപ്പോൾ വീട്ടിലോട്ട് കയറുവാണ്. നല്ല മുഷിഞ്ഞിരിക്കുകയാണ്. കൊച്ചുണ്ട്, കൊച്ചെന്നെ കണ്ടിട്ട് തുള്ളാൻ തുടങ്ങി. കൊച്ചിനെ എടുക്കാൻ പോകുന്നില്ല. ഇനി നേരെ മേളിൽ പോയി കുളിക്കണം. കുളിച്ചിട്ട് കൊച്ചിനെ എടുക്കാം. അപ്പോൾ ഇനി എന്തായാലും വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വിശേഷം അടുത്ത വീഡിയോ.